അപ്പൊ തണ്ട് നോക്കി ഈ ഇരിക്കുന്ന അടുപ്പ് കണ്ടോ, ഇതൊരു പ്രത്യേകതരം അടുപ്പാ അല്ലേ ചേച്ചി? അതെ, കുഞ്ഞടുപ്പാണ്. കുഞ്ഞടുപ്പാണ്. അതിന് വരുന്ന ഫ്ലെയിം നല്ല വലിയ തീയാ വരുന്നത് അല്ലെ. അപ്പൊ ചേച്ചി ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കും നമ്മളെ, ഒന്ന് നമുക്ക് കാണാവേ എങ്ങനെ ചേച്ചി അത്. ചേച്ചി എന്താ ചേച്ചി ഇതിനകത്ത് കുറെ വേസ്റ്റ് കിടക്കുന്നല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലെ ഇന്നത്തെ വേസ്റ്റ് ആണ്, ഫുഡ് വേസ്റ്റ് ആണ്. മലക്കറിയുടെ വേസ്റ്റ്, ചിക്കൻ, മീൻ, ഇതിന്റെ ഒക്കെ ഇടാം. പിന്നെ ഇതിന് ഇടാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മുട്ടത്തോട്, ഉള്ളിത്തൊലി, നാരങ്ങ, കുഞ്ഞു ഭാവിക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ആദ്യം പറഞ്ഞു കൊടുത്തില്ല, അവനെല്ലാം കൊണ്ടുവന്നിട്ട്. അതെ അതെ ശരിയാ. അയ്യോ നോക്കിയേ, സാധാരണ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന അടുപ്പിന്റെ ഇതിനെക്കാട്ടിലും നല്ല ഇതില് വരുന്നുണ്ട്. വെള്ളം വെക്കണമെങ്കിൽ കണ്ടോ നന്നായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതെ, ഇത് നമ്മുടെ ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് ഇടുമല്ലോ, അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന സ്ലറി എന്ന് പറയുന്ന, നമ്മൾ മുമ്പേ പറഞ്ഞ ഈ കൃഷിക്ക് എല്ലാം ഉപയോഗിക്കാൻ. നമ്മുടെ അച്ഛന് കൃഷിയുണ്ട് ചെറിയ രീതിയിൽ, അതുപോലെ അമ്മയ്ക്ക് ഗാർഡനിങ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്, ഒന്നും വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ, ഇതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഉപയോഗമാണ്. അതെ. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ബിനീഷാണ്. എടാ ചേട്ടാ, ഈ നിങ്ങൾക്ക് നാളെ മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീട്ടമ്മമാർക്ക് അടിപൊളി ഒരു ആശയമായിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത് അല്ലേ. എന്തോ ഒരു കാര്യം വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോവാ. എന്താ ചേച്ചി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്? അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ. അതെ, നിങ്ങൾ നോക്കൂ, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ. ഇതാണ് ചേച്ചിയുടെ വീട്ടിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം അല്ലേ. എന്തായിരുന്നു? ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരോ? പിന്നെന്താ. ഓക്കെ ചേച്ചി, നമ്മൾ ഈ ഒരു ബയോഗ്യാസ് വെക്കുമ്പോഴേ നമുക്ക് എന്തോ ചേച്ചി അതിനകത്തുനിന്ന് ഒരു ഗുണമുള്ളത്? നമുക്ക് ഈ ബയോഗ്യാസ് പ്ലാന്റ് വെക്കുമ്പോൾ മുൻപ് വീട്ടില് ഒരു ഗ്യാസ് സിലിണ്ടർ വാങ്ങിച്ചാല് ഒരു മാസം കഷ്ടി അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാ. പക്ഷെ ഇത് വന്നതിന് ശേഷം ഒരു 55 ദിവസത്തിന് ശേഷമാണ് ഇപ്പോ LPG വാങ്ങുന്നത്. അങ്ങനെ ഒരു വലിയ ലാഭം, അത്രയും പ്രയോജനമുണ്ട് നമുക്ക് ഇതിനകത്ത്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ആ ഒരു പ്രോസസ്, അതറിയോ? അറിയാം, പിന്നെ നമുക്ക് വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരും. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളുണ്ടല്ലോ, അതായത് ഫുഡ് വേസ്റ്റ്, മീനിന്റെ വേസ്റ്റ്, അങ്ങനെ എല്ലാ വേസ്റ്റുകളും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്തുനിന്നാണ് അകത്ത് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതും ട്യൂബ് വഴി നമുക്ക് അടുക്കളയിലോട്ട് ഗ്യാസ് കിട്ടുന്നത്. അപ്പൊ എങ്ങനെ പോയാലും നമുക്ക് നല്ല ലാഭമാണ് അല്ലെ. മാലിന്യ സംസ്കരണം അത് വലിയൊരു പ്രശ്നമാണ്. അതായത് കുറച്ച് സ്ഥലം ഉള്ള ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. മാലിന്യം പോലും അതും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എടാ ചേട്ടാ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വസ്തു കുറവുള്ള ആൾക്കാർക്കില്ലേ ഇതുപോലെ ഒരു പ്ലാന്റ് വീട്ടിലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം നമ്മുടെ വീട്ടിലെ വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവർക്ക് സ്ഥലമില്ലാത്തവർക്ക് അത് ഭയങ്കര പ്രയോജനം. അതെ, സ്ഥലമില്ലാത്തവർക്ക് ഈ വേസ്റ്റ് അവിടെ ഇവിടെ ഒക്കെ കൊണ്ടിടുമ്പോൾ അവർക്ക് അത് സ്മെല്ലിന്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിനകത്തുനിന്നുള്ളൊരു കാര്യം വെച്ചാൽ കാർഷിക കൃഷി ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന സ്ലറി എന്ന് പറയും. അത് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം. അതെ, അപ്പൊ എല്ലാം കൊണ്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് അടിപൊളിയാണ് അല്ലേ. തീർച്ചയായിട്ടും. ചേച്ചി എന്താ ഇതിനകത്ത് കുറെ വേസ്റ്റ് കിടക്കുന്നല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലെ ഇന്നത്തെ വേസ്റ്റ് ആണ്, ഫുഡ് വേസ്റ്റ് ആണ്. മലക്കറിയുടെ വേസ്റ്റ്, ചിക്കൻ, മീൻ, ഇതിന്റെ ഒക്കെ ഇടാം. പിന്നെ ഇതിന് ഇടാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മുട്ടത്തോട്, ഉള്ളിത്തൊലി, നാരങ്ങ, കുഞ്ഞു ഭാവിക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ആദ്യം പറഞ്ഞു കൊടുത്തില്ല, അവനെല്ലാം കൊണ്ടുവന്നിട്ട്. അതെ അതെ ശരിയാ. അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിച്ച് നമുക്ക് ബാക്കിയെല്ലാം തീപ്പെട്ടി ഇട്ടൂടെ മക്കളെ കത്തി കേറും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് കൊച്ചു ഇവനെ ഉണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം വരുന്നത്. അവൻ തന്നെയും വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിടും. ചേച്ചിയുടെ മോൻ. അതെ, കുഞ്ഞു മാവയാണ് കേട്ടോ. അവനും കൂടെ ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചേച്ചി അപ്പുറത്തൊരു സൗണ്ട് കേൾക്കുന്നില്ലേ? എന്ത് സംഭവം? ഇത് നമ്മുടെ ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് ഇടുമല്ലോ, അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന സ്ലറി എന്ന് പറയുന്ന, നമ്മൾ മുമ്പേ പറഞ്ഞ ഈ കൃഷിക്ക് എല്ലാം ഉപയോഗിക്കാൻ. നമ്മുടെ അച്ഛന് കൃഷിയുണ്ട് ചെറിയ രീതിയിൽ, അതുപോലെ അമ്മയ്ക്ക് ഗാർഡനിങ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്, ഒന്നും വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ, ഇതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഉപയോഗമാണ്. അതെ, അപ്പൊ ഇതാണ് നമ്മൾ ചെടിക്കും കൃഷി കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന വളമായിട്ട്. അതായത് ഇതിന്റെ വേസ്റ്റ് ആണ്. അതെ, വേസ്റ്റ് വെള്ളം. വേസ്റ്റിന്ന് നമുക്ക്
ഗ്യാസും കിട്ടുന്നുണ്ട്. ആ വേസ്റ്റ് നമുക്ക് കൃഷിക്ക് അതെ മൊത്തത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉറപ്പായിട്ടും കാര്യമാണോ? എടാ ചേട്ടാ, ഈ ഒരു ബയോഗ്യാസ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് 3-4 പ്രയോജനങ്ങളാണ് തരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റ്, അതായത് നമ്മുടെ വേസ്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് പരിസരത്തോ കാര്യങ്ങളോ ഇടേണ്ടി വരുന്നില്ല. ഇതിനകത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രയോജനമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് ഗ്യാസ് കിട്ടും, ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട് ഇതുപോലെ ആ വേസ്റ്റിന്റെ വെള്ളമാണ് ഇത്. സ്ലറി അല്ലെ, സ്ലറി എന്നാ പറയുന്നത്. ഇത് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാനാണെങ്കിലും അല്ലെ ചെടികൾക്കാണെങ്കിലും വളമായിട്ട് ഇടാൻ പറ്റും. അപ്പൊ 3 കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എടാ ചേട്ടാ, നമ്മൾ അവിടെ പരിചയപ്പെട്ടില്ല ബയോഗ്യാസ്, അതിൽ നിന്ന് കിട്ടുന്ന ഗ്യാസിനകത്ത് പാചകം ചെയ്യാൻ പറ്റുമെന്ന് ചേച്ചി നമുക്ക് പറഞ്ഞു തന്നായിരുന്നേ. അപ്പൊ തന്റെ നോക്കി ഈ ഇരിക്കുന്ന അടുപ്പ് കണ്ടോ, ഇതൊരു പ്രത്യേകതരം അടുപ്പാ അല്ലേ ചേച്ചി? അതെ, കുഞ്ഞടുപ്പാണ്. അതിന് വരുന്ന ഫ്ലെയിം നല്ല വലിയ തീയാ വരുന്നത് അല്ലെ. അപ്പൊ ചേച്ചി ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കും നമ്മളെ, ഒന്ന് നമുക്ക് കാണാവേ. എങ്ങനെ ചേച്ചി അത്? നമ്മൾ ആദ്യം ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം കത്തിക്കാം. കത്തിക്കാം. അയ്യോ നോക്കിയേ, സാധാരണ നമ്മളൊരു അതെ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന അടുപ്പിന്റെ ഇതിനെക്കാട്ടിലും നല്ല ഇതിൽ വരുന്നുണ്ട്. വെള്ളം വെക്കണമെങ്കിൽ കണ്ടോ നന്നായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതെ, ഫ്ലെയിം കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം, നമുക്ക് ആവശ്യാനുസരണം എടുക്കാം അല്ലേ? അതെ. ഓക്കെ, ശരി. ഈ ബ്രിക്ക് എന്ന് വെച്ചാൽ ഇത് നമുക്ക് പൊള്ളത്തില്ല. ഇത് ചൂടായാലും ഇതിന് നമുക്ക് തൊടാൻ പറ്റും. നമുക്ക് അങ്ങനെ പൊള്ളലേക്കോ അങ്ങനെ ഒന്നുമില്ല, സേഫാ. അങ്ങനത്തെ ഒരു ബ്രിക്കാണ്. ഓക്കെ. പക്ഷെ ഒരു ടൈം ഒരെണ്ണം മാത്രം വെക്കാൻ പറ്റുമല്ലേ? അതെ, ചിലപ്പോൾ ഭാവിയിൽ കൂടുതൽ വരുന്ന രീതിയിലൊക്കെ വരുമായിരിക്കാം. അതെ. എന്തിനാ ഇപ്പൊ ഈ വെള്ളം നമ്മൾ എടുക്കുന്നതിനകത്തോട്ട്? ഇവിടുന്ന് എടുത്ത് സ്ലറി ഇല്ലേ, അത് നമ്മൾ ഡയറക്റ്റ് ചെടികൾക്ക് ഒഴിക്കത്തില്ല. 3 ഇരട്ടി വെള്ളവും കൂടെ ചേർത്താണ് നമ്മൾ വളമായിട്ട് ഒഴിക്കുന്നത്. ഒഴിക്കാം അജിക്കുട്ടാ, നമുക്കിത് ഇച്ചിരിയുടെ വെള്ളം നിറയട്ടെ, എന്നിട്ട് നമുക്ക് ഒഴിക്കാം. തുറന്നോ. വാവേ, പേരെന്തുവായിരുന്നു? അർജുനോ? അർജുന അമ്മയെ സഹായിക്കാറുണ്ടോ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാനും വളവിടാനൊക്കെ? ചെയ്യുവോ? മിടുക്കനല്ലേ? നമുക്ക് ഒഴിക്കാം. കുഞ്ഞെല്ലാത്തിനും വരും. അതെ. നമുക്ക് ഇവിടെ തന്നെ ഒഴിക്കാം. ഒഴിച്ചോണേ. ചെടിക്ക് ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചാൽ മതി അല്ലേ? അതെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ലറി, അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയാ, ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ പുറത്തുനിന്ന് നമ്മൾ വളം കാര്യങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല. കാരണം ആ ഒരു ബയോഗ്യാസിൽ നിന്ന് കിട്ടുന്ന വളം ധാരാളമാണ്. നന്നായിട്ട് ചെടി വളരാനും പൂവിടാനും ഒക്കെ വളരെ പ്രയോജനമായിട്ടുള്ളൊരു കാര്യം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മൂലി കാണുന്ന ഇതൊന്നും ഒരു വാൽവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതായത് ഇതിനകത്തിരുന്ന ഗ്യാസ് നമ്മൾ ഈ ഒരു വാൽവ് വഴിയാണ് പുറത്തേക്ക് എടുത്ത് ഈ ഒരു ഹോസ് കണക്ഷനിലൂടെ നമ്മൾ സ്റ്റൗവിൽ എത്തിക്കുന്നത്. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇതൊരു 30-40 മീറ്റർ വരെ ഒരു കുഴപ്പമില്ലാതെ പോകും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റവ് സാധാരണ LPG കൺവേർട്ട് ചെയ്തെടുക്കുന്ന സ്റ്റവ് അല്ല, നമ്മൾ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഹൈ പ്രഷർ സ്റ്റവ് ആണ്. പ്രത്യേക സ്റ്റവ് ആണ് ഉപയോഗിക്കുന്നില്ലേ? ഒരു പ്രത്യേക ഡിസൈൻ ആണല്ലേ? അതെ, അതുകൊണ്ട് തന്നെ എന്താ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 5-8 കൊല്ലം ചെറിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് നടത്തി ഉപയോഗിക്കാൻ പറ്റും. മറ്റുള്ള സ്റ്റൗകളാണെങ്കിൽ നമുക്ക് ഒരു 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതെ. അന്നേരം നമുക്ക് ഒരു വീടിന്റെ ഏതെങ്കിലും മൂലയെ കൊണ്ടുവച്ചാൽ മാത്രം മതി. ഇതാണ് ഓസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ കൊണ്ടുപോകാം. അതെ, പറ്റും. അന്നേരം ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റ്, ഹൈബ്രിഡ് ബയോഗ്യാസ് പ്ലാന്റ് ഇല്ലേ? ഹൈബ്രിഡ് ബയോഗ്യാസ് പ്ലാന്റ്. അതെ. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരൊന്നും പറഞ്ഞില്ല. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് പാവൂർ ബയോഗ്യാസ് എന്നാണ്. നമ്മുടെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അവൈലബിൾ ആണ്. അന്ന് നമ്മൾ ലൊക്കേഷൻ ആണ്, നമ്മുടെ ശരിക്കും ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ്, പക്ഷേ കേരളത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അതാണ്. അന്നേരം എല്ലാവരും ചറപറന്ന് വിളിച്ചോ. നിങ്ങളെ വീട്ടിൽ ഒരെണ്ണം വെക്കുന്നത് നല്ലതായിരിക്കില്ലേ? പിന്നെന്താ, ഈ പറഞ്ഞ കണക്കുള്ള ഒരു ശല്യങ്ങളും ഇല്ല. ഞാൻ വേറെ കാര്യം കേട്ടതാ, ഈ ഇരിക്കുന്ന സിലിണ്ടർ ഉണ്ടോ, ഇത് തൊട്ടിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 മാസം ഇത് എടുത്തിട്ട് അതെല്ലാം മാകാല പിടിച്ചിരിക്കുക, മാറ പിടിച്ച് തുരുമ്പായിരിക്കുക. ഇത് കാലിയാണ്, പക്ഷെ ഇത് സാധനം ഉണ്ട്, എടുക്കുന്നില്ല. കാരണം ഇതാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിലെ എല്ലാ പാചകവും നടക്കും. 2000 രൂപ ഒരു മാസം ലാഭമുണ്ട്. പിന്നെ തെളിവാണ് ഈ 2 സിലിണ്ടർ പിടിച്ചിരിക്കുന്നുണ്ടോ, തുരും പഠിച്ചിരിക്കുക തൊടില്ല. രാവിലെ നടക്കാൻ പോകുമ്പോൾ വേസ്റ്റ് കൊണ്ട് നടക്കുകയും വേണ്ട. അതാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ വേസ്റ്റ് കൊണ്ടുവിടുന്നത് ഭയങ്കര വൃത്തിയുടെ കാര്യമാണ്. ശല്യം അതൊക്കെ ഒരുപാട് ഒഴിവാക്കാം വെച്ച് കഴിഞ്ഞാൽ. ഞാൻ വേറെ ശല്യങ്ങളൊന്നും ഇല്ല അല്ലേ? പാമ്പോ ചേരയോ ഒന്നും കേറില്ല. ഇതിനകത്ത് വേസ്റ്റ് നമ്മൾ പറമ്പിൽ തള്ളുമ്പോഴാണ് മെയിൻലി അവിടെ എലി വരുന്നത്. എലിയെ പിടിക്കാനാണ് ഈ പാമ്പ് വരുന്നത്. അപ്പൊ ആ ശല്യങ്ങളെല്ലാം ഇതുകൊണ്ട് ഒഴിവാക്കാം. ഇല്ല, കാരണം കൊതുക് വരത്തില്ല. അത് മെയിൻ കാരണം ബയോഗ്യാസ് പ്ലാന്റ് ആകുമ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണും, വെള്ളവും കാണും. അതെ, വരത്തില്ല. സീൽഡ് ആണ്. അതെ, കൺസീൽഡ് പ്ലാന്റ് ആണ്.